ഗതി.
വികസന പ്രവർത്തനം നടന്നു. ഹാർബർ വന്നു, പിന്നെ തുറമുഖം വരാൻ പോകുന്നു, റോഡുകൾ വന്നു, ഗതാഗതക്കുരുക്കിൻ്റെ വിഷയം, കളരിവാതിക്കൽ റോഡ്, അല്ല പുല്ലൂപ്പിക്കടവ്, ചാൽ ബീച്ച്, ഇതെല്ലാം അവർക്ക് അനുഭവവേദ്യമായിട്ടുള്ള കാര്യമാണ്. അല്ലാതെ ഞങ്ങൾ എക്സാജറേറ്റ് ചെയ്ത് പറയോ, ഞങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ ജനങ്ങളുമായി ചേർന്ന് ചെയ്ത് അല്ലെങ്കിൽ മുൻകൈ എടുത്ത പദ്ധതികളെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമാണ്. ജനങ്ങൾ ഇതിൻ്റെ ഒപ്പം ഉണ്ട്, അഴീക്കോട് ജനങ്ങൾ ഇതിൻ്റെ ഒപ്പം ഉണ്ട്. അതിൻ്റെ റിസൾട്ട് സ്വാഭാവികമായും ഇലക്ഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുകയും ചെയ്യും. ഈ റോഡുകളുടെയും ഒക്കെ കാര്യങ്ങൾ, പൊട്ടിപ്പൊളിഞ്ഞ ഒരു റോഡും ഇന്ന് അഴീക്കോട് മണ്ഡലത്തിലില്ല. എല്ലാം വളരെ നീറ്റാക്കി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഗ്രാമപഞ്ചായത്ത് പൂർണ്ണമായ റോഡുകൾ അധികം ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിലാണ് വരുന്നത്. PWD റോഡുകളെല്ലാം വളരെ മെച്ചപ്പെട്ട നിലയിൽ തന്നെയാണ് അഴീക്കോട് മണ്ഡലത്തിലുള്ളത്. പിന്നെ ജലജീവ മിഷൻ്റെ ഭാഗമായിട്ടുള്ള അപൂർവം ചില മാറ്റി നിർത്തിയാൽ പൊതുവിൽ ഒരു 80% ഗതാഗത മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ്. അതൊരു വലിയ മുന്നേറ്റമാണ്. മിനി മെക്കാഡം എന്ന നിലയിലേക്ക് നമ്മൾ ഈ ഗ്രാമീണ റോഡുകളിൽ ഒരു പുതിയ പ്രപ്പോസൽ വെച്ചു. അങ്ങനെ തന്നെ നമുക്ക് ഏതാണ്ട് 12ഓളം പ്രധാന റോഡുകൾ ലഭ്യമായി. ഇതെല്ലാം ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് അതാണ്, അഴീക്കോട് എല്ലാ പഞ്ചായത്ത് റോഡുകളും ആധുനിക മിനി മെക്കാഡം റോഡിലേക്ക് മാറ്റുക. ആ സ്ലോഗൻ ഞങ്ങൾ ഉയർത്തി കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം ജനങ്ങൾക്കിടയിൽ നല്ല സ്വീകാര്യത ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൗൺ എന്ന് പറയുന്നത് പുതിയ തെരുവാണ്. പുതിയ തെരുവിൽ ഇപ്പോൾ ഗതാഗത പരിഷ്കരണം നടപ്പാക്കി അത് വലിയ രീതിയിൽ ആളുകൾക്ക് ഗുണം ചെയ്യുന്നുമുണ്ട്. ഒരു റെഡ് സോണിൽ നിന്നും ഒരു ഗ്രീൻ സോണിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ്. അവിടെ ഇനി എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ആ നഗരത്തിൻ്റെ ഒരു വലിയ കണ്ണൂർ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൗൺ എന്നുള്ള രീതിയിൽ അവിടെ ഒരു ആധുനിക സംവിധാനങ്ങൾ വരിക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. നടക്കുമോ അത്? തീർച്ചയായിട്ടും ഞങ്ങളത് ഈ തുറമുഖം കഴിഞ്ഞാൽ പ്രധാനമായും ഫോക്കസിങ് ചെയ്യുന്ന ഒരു പോയിന്റ് പുതിയൊരുവാണ്. പുതിയൊരുവിനെ ഞങ്ങൾ ജനങ്ങളൊരു അവസരം നൽകി വീണ്ടും വിജയിപ്പിച്ചാൽ പുതിയൊരുവിനെ ഞങ്ങൾ ഈ ജില്ലയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു പട്ടണമാക്കി ഞങ്ങൾ മാറ്റും. അതിൻ്റെ പ്രപ്പോസൽ അത് ഞങ്ങൾ പുതിയ 2K31 അടുത്ത 35 വർഷത്തെ പ്രപ്പോസൽ പ്രധാനമായും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരുവാണ്. പുതിയൊരുവിനെ ഞങ്ങൾ ഒരു ആധുനിക ഒരു സിംഗിൾ ഗതാഗത കുരുക്ക് പോലും ഇല്ലാത്ത മനോഹരമായ ഒരു മാർക്കറ്റിംഗ് പട്ടണമായി ഞങ്ങൾ ഉയർത്തും. അത് ഞങ്ങളുടെ തുറമുഖം കഴിഞ്ഞാലുള്ള രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ്. അടുത്ത വ്യാപാരികളെ അടക്കം ചേർത്ത് പിടിച്ചുകൊണ്ട് തീർച്ചയായിട്ടും അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ്. വ്യാപാരികൾ ഭൂരിപക്ഷവും ഏതാണ്ട് 90% അവർക്കറിയാം പുതിയൊരുവിലെ പട്ടണത്തിലെ കച്ചവടം ദുർബലപ്പെട്ട് വരികയായിരുന്നു. ആ വരുന്നതിന് കാരണം ട്രാഫിക് പരിഷ്കാരം ആരംഭിച്ചിട്ട് 1 വർഷം ആകുന്നല്ലേ ഉള്ളൂ. അതിനു മുന്നേ എന്താ കാര്യം? അത് ഇടുങ്ങിയ ഗതാഗതക്കുരുക്ക് കൊണ്ട് തീവ്രമായി ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലത്തേക്ക് ജനം ഇറങ്ങില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല. അപ്പോൾ ജയരാട്ടൻ നേരത്തെ സംസാരിക്കുമ്പോൾ പറഞ്ഞല്ലോ വളപട്ടണത്തെ മുൻകാലങ്ങളിലും അനുഭവം, ആ പട്ടണത്തിൻ്റെ പ്രതാപവും ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ. അപ്പോൾ കാലത്തിനനുസരിച്ച് നവീകരിക്കാത്തതൊന്നും നിലനിൽക്കില്ല എന്നതാണ് പുതിയൊരുവിൻ്റെ അനുഭവം ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ഇത് കച്ചവടക്കാർക്കെതിരെയല്ല, അവർക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകുക. ഇപ്പോൾ കച്ചവടം ചെയ്യുന്നവരുടെ അടുത്ത തലമുറ കച്ചവടം ചെയ്യണമെങ്കിൽ ആ കച്ചവടം ചെയ്യുന്ന സ്ഥലവും പ്രദേശവും ആധുനികമായിട്ട് മാറ്റപ്പെടണം. ഒരാളെയും ഒഴിവാക്കാനോ ഇല്ലാതാക്കാനോ ഉള്ളതല്ല, അവർക്ക് മെച്ചപ്പെട്ട സൗകര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിഷ്കാരം നടപ്പിലാക്കുന്നത്. ചിലർ ബോധപൂർവ്വം അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. പുതിയൊരുവിലെ കച്ചവടക്കാർക്ക് ഏറ്റവും ആധുനികമായ ഒരു കച്ചവട സംവിധാനം ഒരുക്കുന്നത് കൂടി ഭാഗമാണ്. ട്രാഫിക് പരിഷ്കാരമോ റോഡ് പരിഷ്കാരമോ മാത്രമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് പുതിയൊരുവിനെ ഒരു ആധുനിക നഗരമായി കച്ചവടക്കാർക്കുൾപ്പെടെ വളരെ മെച്ചപ്പെട്ട കച്ചവടം ചെയ്യാൻ പറ്റുന്ന ഒരു വരുമാനം വെച്ചാൽ കൂടുതൽ ആൾ വന്നാലല്ലേ കൂടുതൽ കച്ചവടം നടക്കും. ആൾ കുറഞ്ഞാൽ കച്ചവടം നടക്കില്ലല്ലോ. അപ്പോൾ കൂടുതൽ ആളുകളെ പുതിയൊരു പട്ടണത്തിലേക്ക് ആകർഷിക്കുക, അത് MLA എന്ന നിലയിൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഈ വളപട്ടണം നേരത്തെ പറഞ്ഞതുപോലെ ഒരു കണ്ണൂർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാവസായിക ഒരു തലസ്ഥാനം, കണ്ണൂരിൻ്റെ ഒരു തലസ്ഥാനം എന്നുള്ള രീതിയിലാണ് വളപട്ടണവും ഉണ്ടായിരുന്നത്. വളപട്ടണം പക്ഷേ ഇന്ന് ആ പ്രൗഢിയൊക്കെ നഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ വ്യവസായ ഹബ്ബാക്കി മാറ്റുക എന്നുള്ളത്, ഒരു വ്യാവസായിക ഹബ്ബാക്കി ഈ അഴീക്കോട് മണ്ഡലത്തെ മാറ്റുക എന്നുള്ള ലക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ്? വളപട്ടണത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് സ്പെഷ്യൽ ഇക്കണോമിക് സോണാണ്. കാരണം വളപട്ടണം ഇൻഡസ്ട്രിയൽ സെക്ടറാണ്. ഫ്ലൈവുഡ് വ്യവസായത്തിന് വെസ്റ്റേൺ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഒരുപാട് പരമ്പരാഗത ഫ്ലൈവുഡ് വ്യവസായങ്ങൾ നിൽക്കുന്ന, ഒരുപാട് ആളുകൾ ഉപജീവനം നൽകുന്ന ചെറിയ പഞ്ചായത്താണെങ്കിലും വലിയ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഒരു കേന്ദ്രമാണ്. അപ്പോൾ ആ വളപട്ടണത്ത് ഒരു കാലത്ത് ഇവിടെ നേരത്തെ ജയരാട്ടൻ പ്രസംഗിച്ചതുപോലെ ഒരു ഇൻഡസ്ട്രിയൽ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്നു വളപട്ടണം. ഭയങ്കരമായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ചില സാങ്കേതിക കാര്യങ്ങളൊക്കെ കുടുങ്ങിക്കിടക്കുന്ന കുറേയധികം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഈ പുതിയൊരു വളപട്ടണം, ഞാൻ പറഞ്ഞു പുതിയൊരു ഈ 3 വളപട്ടണത്തെ ഒരു സ്പെഷ്യൽ ഇൻഡസ്ട്രിയൽ സോണായി അത് വ്യവസായ വകുപ്പുമായി ഡിസ്കസ് ചെയ്ത് നമ്മൾ പ്രാഥമിക ചർച്ച നേരത്തെ നടത്തി. തുറമുഖം കൂടി വന്നാൽ ഒരു കൊച്ചിക്ക് സമാനമായ രീതിയിലേക്ക് മാറും
കൊച്ചിയേക്കാൾ വൈബ് ഉണ്ടാവും. വിഴിഞ്ഞം കഴിഞ്ഞാലുള്ള സെക്കൻഡ് സ്ഥാനത്തേക്ക് നമ്മൾ വരും. അതിൽ റെയിൽ കണക്ടിവിറ്റി വരുന്നുണ്ട്, തുറമുഖത്തേക്ക് റോഡ് കണക്ടിവിറ്റി വരുന്നുണ്ട്. ഇതെല്ലാം വരുന്നതോടെ അതിൻ്റെ ഏറ്റവും ബെനിഫിറ്റ് ലഭിക്കാൻ പോകുന്നൊരു പ്രദേശം വളപട്ടണമാണ്. വളപട്ടണത്തെ ഇൻഡസ്ട്രിയൽ സോണ് ഭയങ്കരമായ അപ്കമിങ് ചെയ്യും, അത് ഭയങ്കരമായി ഡെവലപ്പ് ചെയ്യും, സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ആ വളപട്ടണത്തെ ഒരു സ്പെഷ്യൽ ഇൻഡസ്ട്രിയൽ സോണായി നമ്മൾ വ്യവസായ മന്ത്രി രാജീവേട്ടനായിട്ട് ഒരു ഘട്ടത്തിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ അത് പ്രപ്പോസൽ സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ മൈൻ സാർ, അദ്ദേഹം ഇതിൻ്റെ ഡയറക്ടർ കൂടിയാണ് KSIDCയുടെ. അപ്പോൾ അദ്ദേഹവും ഞങ്ങളൊക്കെ ചേർന്ന് ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. അടുത്ത LDF സർക്കാർ വന്നാൽ ഞങ്ങൾ പ്രധാനമായും ഫോക്കസ് ചെയ്യാൻ പോകുന്ന മൂന്നാമത്തെ കാര്യം വളപട്ടണത്തെ ഒരു ഇൻഡസ്ട്രിയൽ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ എന്ന അതിൻ്റെ ഇടയിൽ എത്തിപ്പിടിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, അടിസ്ഥാന സൗകര്യത്തിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ ഫ്ലൈവുഡ് വ്യവസായം ഉൾപ്പെടെയുള്ള വ്യവസായത്തെ നിലനിർത്താൻ വേണ്ടിയും ഒപ്പം ഈ തുറമുഖമായിട്ട് ഏറ്റവും കൂടെ കണ്ടെയ്നറൊക്കെ വരുന്നത് വെസ്റ്റേൺ ഇന്ത്യക്ക് മാത്രമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന 24 കണ്ടെയ്നർ എങ്ങാനും ഒരു മാസം അവർ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ചേർന്നുകൊണ്ട് ഒരു ആധുനിക വളപട്ടണം, ഈ ആധുനിക അഴീക്കോടിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ് വളപട്ടണം. അത് ഞങ്ങൾ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഗവൺമെൻറ് വന്നാൽ ഞങ്ങൾ പ്രധാന ഫോക്കസിംഗ് പോയിൻ്റായിട്ട് അത് മാറും. ഈ വികസനം ഒക്കെ കഴിഞ്ഞാൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ വലിയ രീതിയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ ഒക്കെ വ്യാപകമായി ഇങ്ങനെ നടക്കുന്നു എന്നുള്ളത് ഇപ്പോൾ അടുത്ത കാലത്തായി നമ്മൾ കാണുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടത്. ന്യൂനപക്ഷ വിഭാഗങ്ങളെ LDFിൽ നിന്നും അകറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ബോധപൂർവമായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് എന്നൊരു പരാതിയുണ്ടോ സ്ഥാനാർത്ഥി എന്ന നിലയിൽ കൂടി? നിശ്ചയം ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ നിയമസഭയിൽ ഒരിക്കൽ സംസാരിക്കുമ്പോൾ ആ കാര്യം പറഞ്ഞിരുന്നു. ഇവിടുത്തെ LDFിൻ്റെ എക്കാലത്തെയും അതിൻ്റെ ലെഗസി എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളാണ്. അവർക്ക് വേണ്ടി നിലകൊണ്ട ഒരു ജില്ലയും പ്രദേശമൊക്കെയാണ്. ഇവിടെയാണ് UK കുഞ്ഞിരാമൻ രക്തസാക്ഷ്യം സംഭവിച്ചത്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് ഞങ്ങൾ പറയുന്നത് വളരെ സമാധാനപൂർണ്ണമായ ഒരു ജീവിത അന്തരീക്ഷം. ഇവിടെ ആരും ആരുടെയും മതവും ജാതിയും ചോദിക്കാറില്ല, ആരുടെയും മതവും ജാതിയും പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നത്തിലും ഇടപെടാൻ അനുവദിക്കാറില്ല. ഗവൺമെൻറ്റിൽ അത് വളരെ ഷാർപ്പ് സ്റ്റാൻഡാണ്. അപ്പോൾ ആ ന്യൂനപക്ഷ വിഭാഗങ്ങളെ LDF അകറ്റാൻ വേണ്ടിയുള്ള ശ്രമം നേരത്തെ ആരംഭിച്ചതാണ്. അതാണ് BJP CPM ഡീൽ എന്ന് പറയുന്നത്. വളരെ കനകലൂരിൻ്റെ വളരെ സമർത്ഥമായ ഒരു സ്ലോഗനാണത്. പക്ഷേ ആ സ്ലോഗനൊന്നും കേരളത്തിൽ വിജയിക്കാൻ പോകുന്നില്ല, അഴീക്കോട് മണ്ഡലത്തിലും വിജയിക്കില്ല. ഒരു സെക്യുലർ പ്ലാറ്റ്ഫോമാണ് അഴീക്കോടിൻ്റെ ഒരു പ്രത്യേകത. എല്ലാവരും ഇടകലർന്ന് താമസിക്കുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല ആത്മവിശ്വാസമുണ്ട്. ഈ ശ്രമം അവർ നടത്തുന്നുണ്ടെങ്കിലും, പൊതുവിൽ സംസ്ഥാനത്ത് ആ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഇവിടെ അത് വിജയിക്കാൻ പോകുന്നില്ല കേരളത്തിൽ എന്ന ആത്മവിശ്വാസം തന്നെയാണ്. ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വീടുകളിലൊക്കെ പോകുമ്പോൾ അതവർ പ്രത്യേകം പറയുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ? നിശ്ചയമായിട്ട് അവരെ നല്ലതുപോലെ നമ്മളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ BJP CPM ഡീലൊന്നും വിശ്വസിക്കാനേ പോകുന്നില്ല. അത് ഒരു തമാശയായിട്ടാണ് ആളെടുക്കുന്നത്. ഇലക്ഷൻ കഴിയുമ്പോൾ മനസ്സിലാവും. ആ പ്രൊപ്പഗണ്ട ആർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. എല്ലാവരും നല്ല ബോധ്യ ആളുകൾക്ക് അക്കാര്യത്തിലുണ്ട്. എങ്ങനെ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ള കാര്യം നന്നായിട്ടുണ്ട്. അതൊന്നും ബാധിക്കാനേ പോകുന്നില്ല. ഈ കഴിഞ്ഞ തവണ 6000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഈ വികസനം വോട്ടായി മാറുകയാണെങ്കിൽ ഭൂരിപക്ഷം എങ്ങനെ വർദ്ധിക്കാനാണ് സാധ്യത? ഭൂരിപക്ഷം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഒരു ഭൂരിപക്ഷം ഇത്രയൊന്നും പറയാനുള്ള സന്ദർഭമായിട്ടില്ല. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട വിജയത്തവണ ഉണ്ടാവും. അത് ആ ഒരു ലക്ഷണമാണ് ഇതുവരെയുള്ള. അതിന് എന്തെല്ലാം തരത്തിൽ ശ്രമം നടത്തിയാലും അഴീക്കോട് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൃത്യമായിട്ട് ഞങ്ങൾ അവസാന ദിവസം ഇത് പോളിംഗ് ഒക്കെ കഴിയണമല്ലോ ഞങ്ങൾ പറയാം. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ വളരെ മെച്ചപ്പെട്ട വിജയമായിരിക്കും ഇത്തവണ അഴീക്കോട്. ജനങ്ങളുടെ ആദ്യഘട്ട പ്രതികരണങ്ങൾ ഞങ്ങളുടെ 2 റൗണ്ട് പൂർത്തിയാകുമ്പോൾ നല്ല പോസിറ്റീവ് വെച്ചാൽ അവർക്കറിയാം അവർ വലിയ മാറ്റം അഴീക്കോട് വന്നു എന്നുള്ള ചർച്ച കണ്ണൂർ വിഷൻ ഉൾപ്പെടെ ജനങ്ങളോട് സംസാരിച്ചാൽ മനസ്സിലാവും. നല്ല മാറ്റം വന്നിരിക്കുന്നു അവരുടെ കൺമുന്നിലാണ്. 3 മണിക്കൂർ കിടന്നിടത്ത് ഇപ്പം 3 മണിക്കൂർ കിടക്കണ്ട. പുതിയൊരു വളപട്ടണം പാപ്പശ്ശേരി അവരുടെ ജീവിതത്തിൽ എഫക്റ്റ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അത് ഞങ്ങൾ കള്ളത്തരം പറയുന്നതല്ല, അത് ഞങ്ങൾ ജനങ്ങളുമായി ചേർന്ന് ചെയ്ത കാര്യമാണ്. അപ്പോൾ വികസനം എന്ത് എന്നുള്ളത് അഴീക്കോടെ ജനങ്ങളുടെ മനസ്സിൽ അവരുടെ നിത്യേനയുള്ള ജീവിതത്തിൽ അവർക്ക് അനുഭവപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ആത്മവിശ്വാസമാണ്. നല്ല ഭൂരിപക്ഷത്തിൽ അഴീക്കോട് ഞങ്ങൾ ജയിക്കും. ഉറപ്പാണ് LDF, ഉറപ്പാണ് അഴീക്കോട്. തീർച്ചയായും വളരെ കോൺഫിഡൻ്റ് ആണ്. അഴീക്കോട് ഞങ്ങൾ നല്ല വിജയം ജനങ്ങളുടെ സഹായത്തോടു കൂടി നേടും.
എന്തായാലും വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് അഴീക്കോട് പ്രധാനമായും നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആ കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ വലിയ ആത്മവിശ്വാസത്തോടുകൂടി ജനങ്ങളെ സമീപിക്കാൻ കഴിയുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോഴും അഴീക്കോടുള്ളത്. ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് അതിനെ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും അഴീക്കോട് മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് KV സുമേഷ് ഇപ്പോഴത്തെ സിറ്റിംഗ് MLA വ്യക്തമാക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തോട്, അതായത് കഴിഞ്ഞ തവണത്തേതിലും മികച്ച ഭൂരിപക്ഷത്തോടുകൂടി അഴീക്കോട് മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടും എന്ന ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് കണ്ണൂർ വിഷൻ പടയൊരുക്കവുമായി KV സുമേഷ് സംസാരിച്ചത്. Hoy